സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് സർവവ്യാപകമായിട്ട് പറഞ്ഞാൽ പലരും ചിന്തിച്ചു പോകും, ഉസ്താദേ അതൊന്നും ഈ കാലഘട്ടത്തിൽ പറയേണ്ട വിഷയമല്ല, അതൊക്കെ പണ്ട് 6-ാം നൂറ്റാണ്ടിലൊക്കെ പറയേണ്ട വിഷയമാണ്. പച്ച ഹറാമായ സംഗതികളിലൂടെ പണം സമ്പാദിക്കുന്ന ഏർപ്പാടുകൾ ധാരാളമുണ്ട്. നഊദുബില്ലാഹ്. നമ്മൾ നന്നായി സൂക്ഷിക്കണം, നന്നായി ശ്രദ്ധിക്കണം. ഒരിക്കലും ഒരു രൂപത്തിലും ഹറാമായ ഭാഗത്തിലൂടെ പണം പറ്റാതിരിക്കുക. നല്ല സമ്പാദ്യങ്ങൾ എത്രയോ ദുനിയാവിൽ ഇപ്പോഴുമുണ്ട്. നല്ല നല്ല കച്ചവടങ്ങളുണ്ട്, നല്ല നല്ല കൃഷികളുണ്ട്, നല്ല നല്ല ഏർപ്പാടുകളുണ്ട്. അതിലും പല ഭാഗങ്ങളിലൂടെയും ചതിപ്രയോഗങ്ങൾ വരും. നല്ല ശ്രദ്ധയോടുകൂടെ മുന്നോട്ട് പോകണം. ഒരു കമ്പനി നടത്തുന്ന ഒരു കൂട്ടുകാരൻ, പൊടിയാണ് അദ്ദേഹത്തിന്റെ ബിസിനസ്. പൊടി ഇങ്ങനെ ഉണ്ടാക്കി കമ്പനിയിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് സപ്ലൈ ചെയ്യാം. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉസ്താദേ അല്ലാഹു തആലാനെ തൗഫീഖ് കൊണ്ട് നല്ല ലാഭമാണ് എനിക്ക്, നല്ലോണം ദ്വാരം നല്ലോണം സ്വതക്കൊക്കെ കൊടുക്കും. ഇത് തുടങ്ങാൻ വേണ്ടി പോയപ്പോ ആദ്യം തന്നെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുൽ ഉലമ അല്ലാഹു തആല അവിടുത്തെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ, ഉസ്താദിനെ കാണാൻ വേണ്ടിയിട്ട് ആ സുഹൃത്ത് ചെന്നു. ഉസ്താദ് ഒരു 2000 രൂപ എടുത്തു കൊടുത്തു, നിങ്ങൾ തുടങ്ങിക്കോളി, കമ്പനി തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു വർക്കത്തിന്. പക്ഷെ ഉസ്താദ് പറഞ്ഞു, ഒരൊറ്റ കാര്യം നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ രൂപത്തിൽ പോലും തകർച്ച വരില്ല. എന്താ ഉസ്താദ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്? നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാകുന്ന സമയത്തൊക്കെ നിങ്ങൾ സുഹൃത്തുക്കളിൽ നിന്നും മറ്റൊക്കെ കടം വാങ്ങിക്കോളൂ, ഘട്ടം ഘട്ടമായിട്ട് വീട്ടിയാൽ മതി. പക്ഷേ പാലിശയുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ രൂപ പോലും നിങ്ങൾ കൈപ്പറ്റരുത്. ഇപ്പൊ ഈ റബീഉൽ അവ്വലിനാണ് ഞാൻ അദ്ദേഹത്തിന്റെ കമ്പനിയിൽ ഒന്ന് കയറിയത് കാണാൻ വേണ്ടിയിട്ട്, ഇവിടെ പരിപാടിക്ക് വന്നപ്പോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഉസ്താദ് ഞാൻ ആ ഉസ്താദ് പറഞ്ഞ ആ നിർദ്ദേശം അന്നു മുതൽ ഇന്ന് വരെ കൃത്യമായിട്ട് ഞാൻ പാലിക്കുന്നുണ്ട്. എനിക്കൊരു ക്ഷീണവും അള്ളാഹു തന്നിട്ടില്ല. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് കൊടുക്കട്ടെ. കച്ചവടം ചെയ്യുന്ന ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിലും പ്രവാസ ലോകത്തൊക്കെ ഉണ്ട്. അള്ളാഹു ബർക്കത്തേറ്റി കൊടുക്കട്ടെ. ചൂഷണോപാധികൾ മുഴുവനും വർജിക്കുക, ബർക്കത്ത് അള്ളാഹു തരും. ഖുർആനിൽ അള്ളാഹു വ്യക്തമായി പറഞ്ഞതാണ്, വമാ ആതൈതും മിർ റിബൽ ലിയർബു ഫീ അംവാലിന്നാസ്. ജനങ്ങളെ സ്വത്ത് വികസിക്കാൻ വേണ്ടി നിങ്ങൾ നൽകുന്ന പലിശപ്പണം ഫലാ യർബു ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ അത് വികസിക്കൂല, അത് വളരൂല, അതിനെത്രയാണെങ്കിലും വളർച്ച ഉണ്ടാകൂല. ഏതെങ്കിലും ഒരു നിലക്ക് ഇതിന് തകർച്ച വരും, ഏതെങ്കിലും ഒരു ചൂഷണമായുള്ള വിഷയം അതിലുമായി ബന്ധപ്പെട്ട് വരും. സമ്പത്ത് സമ്പാദിക്കുന്നത് നല്ല രൂപത്തിലാണെങ്കിൽ, ധർമ്മബോധത്തോടെയാണെങ്കിൽ ബൂരിക്കലഹൂഫി, അതിലവന് ബർക്കത്ത് നൽകപ്പെടും. അവൻ സമ്പത്ത് സ്വരൂപിക്കുന്ന നല്ല രൂപത്തിലല്ലേ, ബർക്കത്ത് നൽകപ്പെടൂല. വകാന ഷഹീദൻ അലൈഹി യൗമൽ ഖിയാമ, ആ സമ്പത്ത് ഖിയാമത്ത് നാളിൽ അവന് പ്രതികൂല സാക്ഷിയായിരിക്കും.